ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചെറിയൊരു മുട്ടക്കറി ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുക. അപ്പം ഇത് 2 മിനിറ്റുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ പരമാവധി ഫുള്ളായിട്ട് എല്ലാവരും കാണാൻ നോക്കണേ. അപ്പം ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റില്ല. ആദ്യം തൊട്ട് എന്തൊക്കെ ചെയ്യുന്നുള്ളത് ഇടാൻ പറ്റിയില്ല. ഞാൻ ആ സമയത്ത് ഫോണകത്ത് വെച്ചിരിക്കുന്നു. പിന്നെ വന്നിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഇതിൽ നമ്മളെ കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഉള്ളി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വളർത്തിയെടുക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ട് മൂത്ത് വരണ സമയമാകുമ്പോൾ നമുക്ക് ചേരുവകളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഇത് കൊണ്ടുവന്ന സമയത്ത് അവിടെ വെച്ചിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ നല്ല ചൂടും കൂടെ ഉണ്ടായിരുന്നു, നല്ല തീ നന്നായിട്ട് കത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് അടി പിടിച്ചായിരുന്നു. ഞാൻ പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ കരിഞ്ഞതിൻ്റെ അടി പിടിച്ചതിൻ്റെ ഒരു ചെവിയോ അങ്ങനെയുള്ള ഒരു ഇല്ലായിരുന്നു. അപ്പം അതിരുന്ന് വേവുന്നുണ്ട്. അപ്പം നമ്മൾ 4 മുട്ടേനെ എടുത്തേക്കുന്നത്. ഒരു മുട്ട അച്ഛന് കൊടുക്കാനും ബാക്കി 3 നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനും രാവിലെ കാപ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. അപ്പം ഇത് നമ്മൾ അടുപ്പിൽ വയ്ക്കുന്ന ചട്ടിയാണ് കേട്ടോ ഇങ്ങനെയിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഗ്യാസിലേക്ക് വയ്ക്കുന്ന വേറെ ചട്ടിയാണ്. അത് അടുപ്പിൽ വയ്ക്കാൻ അങ്ങനെ ഉപയോഗിക്കില്ല, ഗ്യാസിൽ വയ്ക്കാൻ വേണ്ടി മാത്രമേ എടുക്കത്തുള്ളൂ. പിന്നെ ചിക്കൻ മസാലയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. മല്ലിപ്പൊടി ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അങ്ങനെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ മാത്രമേ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളൂ. പിന്നെ മസാല അവസാനം ഇട്ട് കൊടുക്കണം. അത് പൊടിച്ചിട്ട് ചൂട് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്, അത് പൊടിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതവിടെ ചൂട് മാറാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ 4-5 സ്പൂണിൽ കൂടുതൽ മുളക് പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ മുളക് പൊടി ഞാൻ ഫുള്ള് ഇതിൻ്റെ അകത്തെടുത്ത് തട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല എരിയായിരുന്നു. ഫസ്റ്റ് ചോറ് കഴിച്ച ചേട്ടനായിരുന്നു. ചോറെന്ന് വെച്ചാൽ പഴഞ്ഞായിരുന്നു രാവിലെ ചേട്ടൻ കുടിച്ചത്. അപ്പോൾ നല്ല എരി ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് അച്ഛന് കൊടുക്കണ്ട, കാരണം അച്ഛന് എരി കൂട്ടി കൊടുക്കുക. അച്ഛന് എന്തായാലും കൊടുക്കേണ്ട, അത് ഭയങ്കര നല്ല എരിയുണ്ട്, ചേട്ടനൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് ഞാൻ ഇത് വറ്റിയെ കഴിഞ്ഞതിന് ശേഷം എടുത്തുകൊണ്ട് അങ്ങ് അകത്ത് വെച്ചായിരുന്നു. അതിന് ശേഷം ഞാൻ വീണ്ടും അമ്മയ്ക്ക് വരാറായ സമയത്ത് എൻ്റെ തേങ്ങാപ്പാലൊക്കെ പുഴിഞ്ഞ് വെത്തി അതൊന്ന് റെഡിയാക്കി എടുത്ത്. എന്നാലും അത്യാവശ്യം നല്ല എരി ഉണ്ടായിരുന്നു. പിന്നെ ഒരു മുട്ട അച്ഛന് വേണ്ടിയാണ്. അച്ഛന് ഡെയിലി 1, 2, 3 മുട്ട കൊടുക്കാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ദിവസം ഒരു മുട്ടെങ്കിലും കൊടുക്കും. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല കുറുകുറാന്നല്ലേ ഇരിക്കുന്നത്. അത് മൊത്തം മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ അതിന് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കറിയിലും നമ്മൾ എരിയൊന്നും അങ്ങനെ നോക്കിയില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കണുണ്ട്, പക്ഷേ ഇന്നലെ അതുപോലും ഞാൻ നോക്കിയില്ല. എടുത്തുകൊണ്ട് വെച്ച സമയത്ത് കറിയിൽ ടേസ്റ്റ് ചെയ്ത സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല കറിയായിരുന്നു കേട്ടോ.